ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട് എന്നുള്ളത്. ഇത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെയാണ്, ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അതുമല്ല എന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത്, ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആവുന്ന ഒരു സമയത്തൊക്കെ ഈ ടോയ്ലറ്റിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി തോന്നുന്നുണ്ട് എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്താണ് ഇറിറ്റബിൾ ബൗൾ ഡിസീസ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്ന് ഒരുപാട് പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയും, ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്. പലർക്കും ഇതൊരു നോർമലാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പോലും ഉണ്ട്. ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റ് പോവുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റ് പോകണം എന്നുള്ളത് ഒരു നോർമൽ പ്രോസസ്സാണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കുന്ന പലരും ഉണ്ട്. എന്നാൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഇറിറ്റബിൾ ബൗൾ ഡിസീസ് എന്നുള്ളത് തന്നെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അൾസറേറ്റീവ് കൊളൈറ്റിസ്, സീലിയാക് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് കണക്കിന് അസുഖങ്ങളുടെ ഒരു കൂട്ടമാണ് ഇറിറ്റബിൾ ബൗൾ ഡിസീസ് എന്നുള്ളത് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് മെൻ്റലി ഉണ്ടാവുന്ന സ്ട്രെസ്സ് കാര്യങ്ങൾ തന്നെയാണ്. ഈ സ്ട്രെസ്സിൽ എന്തൊക്കെ ആയിരിക്കാം ഈ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ ദാമ്പത്യത്തിലുള്ള സ്ട്രെസ്സുകളായിരിക്കാം, ജോലിയിലുള്ള സ്ട്രെസ്സായിരിക്കാം, ഉറക്കക്കുറവ് കാര്യങ്ങളായിരിക്കാം, സാമ്പത്തികപരമായിട്ടുള്ള സ്ട്രെസ്സുകളായിരിക്കാം. ഇതെല്ലാം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്, ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന മെൻ്റൽ പ്രഷറാണ് പ്രധാനമായിട്ടും ഇറിറ്റബിൾ ബൗൾ ഡിസീസിന് കാരണമാക്കുന്നത്. ഇതിൽ ചിലർക്ക് ഈ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ടോയ്ലറ്റ് പോകാനുള്ളൊരു ടെൻഡൻസി വരും. അതായത് ലൂസ് മോഷൻ പോലെ ആയിരിക്കും പോകുന്നത്. അതുമല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ലൂസ് മോഷനായി പോവും. മറ്റ് 3 ദിവസം കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, പോവാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. ചിലർക്ക് ഒരു ദിവസം തന്നെ പല തവണകളായിട്ട് ടോയ്ലറ്റ് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസും കാര്യങ്ങളുമാണ്. അതുകൂടാതെ തന്നെ അടിവയറിലുണ്ടാവുന്ന ഒരു തരത്തിലുണ്ടാകുന്ന വയറുവേദനകൾ, എന്താ പറയുക, ഒരു അസ്വസ്ഥത കാര്യങ്ങൾ എല്ലതും ഈ ഇറിറ്റബിൾ ബൗൾ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. IBS എന്ന് പറയുമ്പോൾ നമ്മുടെ വൻകുടലിൽ ഉള്ളിലുണ്ടാവുന്ന മൂവ്മെൻറ്റ് ഒന്നില്ലെങ്കിൽ കുറയുകയോ, നമ്മുടെ പ്രോപ്പറായിട്ട് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ദഹനം കഴിഞ്ഞിട്ട് ചെറുകുടൽ വൻകുടൽ വഴി നമ്മൾ മലദ്വാരത്തിലൂടെയാണ് മോഷൻ പുറത്തു പോകുന്നത്. ഇതൊരു നോർമൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. IBS വരുന്ന കണ്ടീഷനിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വൻകുടലിൻ്റെ മൂവ്മെൻറ്റ് കൂടുകയോ അല്ലെങ്കിൽ അത് മെല്ലെ കുറയുകയോ, ഇതേപോലത്തുള്ള 2 കണ്ടീഷനായിരിക്കും മെയിനായിട്ടും പ്രധാനമായിട്ടും കണ്ടുവരാറുള്ളത്. ജീവിതശൈലിയിലുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് ഇത് പെട്ടെന്ന് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ തന്നെയാണ്. പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം, ജങ്ക് ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത്, അതുപോലെ എക്സസീവ് ആയിട്ടുള്ള മസാല കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ആൽക്കഹോളിൻ്റെ ഉപയോഗം, ഇതൊക്കെ IBSന് പലപ്പോഴും കാരണമാക്കാറുണ്ട്. IBSൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മോഷൻ പോകുമ്പോൾ ചിലർ പറയും അതിൻ്റെ കൂടെ ബ്ലഡും കൂടെ വരാറുണ്ട് എന്നുള്ളത്. ഇത്തരത്തിൽ വരുന്നത് ചിലർക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെ അസുഖം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഫിഷറോ അതിൻ്റെ കൂടെ തന്നെ പൈൽസോ ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്തും ഇതിൻ്റെ കൂടെ ബ്ലഡ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് മോഷന്റെ കൂടെ പോകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. IBS ഉള്ളവർക്ക് ശരീരം പെട്ടെന്ന് മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥ കാണുന്നത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് ശരീരം മെലിഞ്ഞു പോവുക, ബോഡി ക്ഷീണിക്കുന്നത്, ഡീഹൈഡ്രേറ്റഡ് ആയി പോകുന്നത്, അതുപോലെ തന്നെ ബ്ലഡ് രക്തക്കുറവ് ശരീരത്തിൽ ഉണ്ടാവുന്നതൊക്കെ പൊതുവെ നമ്മൾ IBSന് കാണപ്പെടുന്നത് ലക്ഷണങ്ങളായിട്ടാണ് കണ്ടുവരാറുള്ളത്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും എരിവുകളും മസാലകളും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സമയത്തിന് ഭക്ഷണം കഴിക്കുക. മെൻ്റൽ സ്ട്രെസ്സിന് കാരണമാക്കുന്ന കാര്യങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ജോലിയിലോ സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലുമാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് അത് അതിൻ്റെതായിട്ടുള്ള പാർട്ടിന് വിടുക. കൂടുതൽ അത് മൈൻഡിലോട്ട് ഉൾക്കൊള്ളി അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനൊക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ചെയ്യാം. രാവിലെയുള്ള ഒരു മോർണിംഗ് വാക്കൊക്കെ ഒരു ഫ്രഷ്നെസ് കാര്യങ്ങളൊക്കെ തരും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഉറക്കവും ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ വളരെ സഹായകരമാകുന്ന ഒന്നാണ്.
പിന്നെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഗ്ലൂട്ടൻ, അതായത് നമ്മളെ ഭക്ഷണത്തിൽ നമ്മൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കാൻ പറയും. പൊതുവെ ഷുഗർ പേഷ്യൻസോ അല്ലെങ്കിൽ വേറെ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഗോതമ്പിന്റെ അളവ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വൈറ്റ് റൈസ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയാറുള്ളത്. എന്നാൽ ഈ ഗോതമ്പിൽ ചെറിയ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. ഇത് ചിലർക്ക് വയറിൽ ഇറിറ്റേഷൻസ് കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ IBS ഉള്ള ആൾക്കാർ ഗോതമ്പിന്റെ ഉപയോഗം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. നമ്മളെ വയറിന് എന്ത് ഭക്ഷണമാണോ അലർജിക് ആയിട്ട് വരുന്നത് എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്യണം. ചിലർക്ക് ചോക്ലേറ്റ് അലർജി ഉള്ളവർ ഉണ്ടായിരിക്കാം, അതുപോലെ ചിലർക്ക് ചില പ്രോട്ടീൻസ് അലർജിക് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം. എസ്പെഷ്യലി പാലിലൊക്കെ ഉള്ള പ്രോട്ടീൻ കാര്യങ്ങൾ ചിലർക്ക് അലർജിക്ക് ഉണ്ടായിരിക്കാം, ചില മസാലകൾ, അതുപോലെ ചില വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ചിലർക്ക് നമ്മളെ സ്കിന്നിൽ അലർജി ഉണ്ടാക്കുന്ന പോലെ തന്നെ വയറിലും അലർജിക്കായിട്ട് അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരിക്കാം. ഇത് നമ്മൾ തന്നെയാണ് എന്താണെന്നുള്ളത് തിരിച്ചറിയേണ്ടതും എന്തൊക്കെയാണ് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന വയറിളക്കമാണ് പ്രധാനമായിട്ടും കണ്ടുവരാറുള്ളത്. പിന്നെ IBS ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഓട്സ്, ക്യാബേജ്, അതുപോലെയുള്ള കൂടുതൽ എന്താ പറയുക ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോലിബിൾ ഫൈബേഴ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ പുളിയില്ലാത്ത തൈര് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളെ ഇൻറ്റസ്റ്റൈനിലുള്ള നല്ല ബാക്ടീരിയൽ ഗ്രോത്തിന് ഇത് വളരെ പ്രയോജനപ്രദമാവും. അതുപോലെ തന്നെ നാരങ്ങ, ഓറഞ്ച് പോലെയുള്ള സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വല്ലാതെ കഴിക്കേണ്ട, അത് കൂടുതൽ അസിഡിക് നേച്ചർ കൂട്ടുകയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിൻ്റെ ഇല, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് തന്നെയുള്ള കറിവേപ്പിൻ്റെ ഒരു 10 ഇല എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അരക്കിയല്ല, കല്ലിലോ അല്ലെങ്കിൽ അമ്മിയിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് IBS പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. ഇതിൽ നല്ല ഫൈബർ കണ്ടന്റും ഉണ്ട്. ഇത് നമ്മളെ ബോഡിക്ക് വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ IBS എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും മാനേജ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഹോമിയോപ്പതി വളരെ ഫലപ്രദമായ ചികിത്സയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നെക്സ്മോമിക്ക, ലൈക്കോപോഡിയം, അതുപോലെ തന്നെ പോഡോഫില്ലം, അങ്ങനെ ഒരുപാട് മെഡിസിൻസ് IBSന് ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താണ് രോഗത്തിന് കാരണം, അതല്ലാന്നുണ്ടെങ്കിൽ രോഗം നോക്കിയിട്ടല്ല, നമ്മുടെ പേഷ്യൻറ്റിന് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും എന്തൊക്കെയാണ് ആ പേഷ്യൻറ്റിന് സ്യൂട്ട് ആവുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടും ആയിരിക്കും ഹോമിയോപ്പതിയിൽ ഓരോ ട്രീറ്റ്മെൻറ്റും ഫോർവേഡായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.